ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ഡ്രസ്സിൽ എങ്ങനെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്ന് നോക്കാം. ചുരിദാറിലായാലും നൈറ്റിയിലായാലും നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ നെക്കിൻ്റെ സെൻറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വി നെക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കാണാം. അതിനുശേഷം ഇതുപോലെ മേലേന്ന് താഴേക്ക് ഒരു മാർക്കിംഗ് കൊടുക്കാം. നമ്മളെടുക്കുന്ന സിബിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം നമ്മളിവിടെ മാർക്കിംഗ് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ സിബ് തന്നെയാണ്. അതിന് 7 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. സിബിൻ്റെ ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് നെക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കട്ട് പീസാണ്. 2.5 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ സെയിം മെറ്റീരിയൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനോട് മാച്ചിങ് ആയിട്ട് വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽ എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നെക്കിൽ കൊടുത്ത അതേ മാർക്കിംഗ് തന്നെ ഇതിലും കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ പീസിൻ്റെ 3 സൈഡിലും ഒരു 1/4 ഇഞ്ചിലൊന്നും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി മേൽഭാഗത്ത് 1 ഇഞ്ച് വിട്ടതിന് ശേഷം താഴേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു വി മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിലൂടെ വേണം, ആ വിയിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, അതിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിൻ്റെ സൈഡിലൂടെ ഒരു പോയിൻ്റ് ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിൻ്റെ ഈ ലൈനിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ ഒരു പോയിന്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴ്ഭാഗം വരുമ്പോൾ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ നെക്കിലെ സെയിം മാർക്കിങ്ങിൽ തന്നെ നമുക്ക് ഇതും വെച്ച് കൊടുക്കാം. എന്നിട്ട് ചുറ്റും നമുക്ക് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, മേൽഭാഗത്ത് 1 ഇഞ്ച് വിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതാണ് കട്ടിംഗ് ലൈൻ. നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ 2 സൈഡിലും വരുന്ന ഓരോ പോയിൻ്റ് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ ഈ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 സൈഡ് ഫൂട്ടാണ് നമുക്ക് സിബ് വയ്ക്കാൻ വേണ്ടത്. മേൽഭാഗത്ത് 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുള്ളത്. എന്നിട്ട് താഴ്ഭാഗത്ത് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ 2 സൈഡിലായിട്ടും ഓരോ പോയിന്റിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ലൈനിൽ തൊടാതെ നമുക്ക് ഉൾഭാഗത്തായിട്ട് 2 സ്റ്റിച്ചിങ് ലൈനിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം, മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫുള്ളായിട്ട് ആ ഭാഗം തുടങ്ങി ഈ ഭാഗം വരെ ഫുള്ളായിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1 ഇഞ്ച് മേലേക്ക് വിട്ടിട്ടുണ്ടല്ലോ, ആ 1 ഇഞ്ചിനെ ആദ്യം തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. അതിന് ശേഷമാണ് ഈ പീസിനെ മടക്കി കൊടുക്കേണ്ടത്. ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക, എന്നിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഒട്ടും തന്നെ പുറത്തേക്ക് കാണാതെ നല്ല നീറ്റായിട്ട് വേണം മടക്കി വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സിബ് വെച്ച് കൊടുക്കാം.
ഇതുപോലെയാണ് നമുക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നിന്നാണ് സിബ് തുടങ്ങുന്നത്. അതിൻ്റെ മേലേക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. രണ്ട് സൈഡും അതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം. ഈ സ്റ്റീലിൻ്റെ ഒരു പീസ് വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ തുടങ്ങിയാണ് സിബ് തുടങ്ങുന്നത്. ഇതുപോലെ സിബിനെ നേരെ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ സിബ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ മേൽഭാഗം ഉണ്ടല്ലോ, അത് മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നീറ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്ലോത്തും സിബും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. രണ്ടും അടുപ്പിച്ച് തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ സിബിൻ്റെ പല്ലുണ്ടല്ലോ, ആ ഭാഗം മാത്രമാണ് വെളിയിലേക്ക് കാണാൻ പാടുള്ളൂ. ലോക്ക് ഇട്ടുകൊണ്ട് വേണം സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട്. താഴ്ഭാഗത്ത് എത്തുമ്പോൾ ആ ലോക്കിനെ, സിബിൻ്റെ ലോക്കിനെ ഒന്ന് മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരാം. താഴ്ഭാഗത്തും ഒരു സ്റ്റീലിൻ്റെ പീസ് വരുന്നുണ്ടല്ലോ, അതും സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് താഴേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് വേണം നമുക്ക് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. താഴെയുള്ള വി പോയിന്റിലെത്തുമ്പോൾ സൂചി കുത്തിയിട്ട് നമുക്ക് ഫൂട്ട് ഒന്ന് പൊന്തിച്ചു കൊടുക്കാം. അതിനുശേഷം തുണി ടേൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫൂട്ട് താഴ്ത്തി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. നമ്മൾ എൻഡ് ഭാഗത്ത് എത്തുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിബിൻ്റെ ലോക്കിനെ ഒന്ന് താഴത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സിബിൻ്റെ ഈ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ശേഷം എൻഡിൽ നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഡ്രസ്സിനോട് മാച്ചിങ് ആയിട്ടുള്ള സിബ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ സിബ് വെച്ചതിന് ശേഷം നമ്മൾ സിബ് ഒട്ടും തന്നെ വെളിയിലേക്ക് കാണാതെ കവർ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡും കൂടിയുണ്ട്. അതിന് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ക്ലോത്ത് വേണം. അതല്ലെങ്കിൽ സെയിം ക്ലോത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല. ഇപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് സിബ് വെച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.